ആ ആരത്? ഫാത്തിമേ, കൊറേ ലീവ് കണ്ടിട്ട്. ഈ എത്രല്ല കുട്ടിയെ? എന്താ ഈ വന്ന്? ഒന്നുമില്ല ഇക്കാക്ക, ഉപ്പാന്റെ പറമ്പ് വിറ്റൂലേ? ആ വിറ്റു. അതിന്റെ പേരിലല്ലേ, അപ്പൊ ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇക്കാക്ക പറമ്പ് വിൽക്കുമ്പോ ഇക്കെന്തെങ്കിലും തരുന്ന് ഞാൻ വിചാരിച്ചു. അണക്ക് തരാനോ? അണക്ക് തരാനുള്ള കൊപ്പിമ്മിയുള്ള കാലത്ത് തന്നതല്ലേ. 10 കൊല്ലം മുന്നേ എന്നെ കെട്ടിക്കുമ്പളേ 40-45 പവനാ തന്നത്. അന്റെ മാപ്പിള വിറ്റു വലിച്ചേരി ഞങ്ങൾ എന്ത് ചെയ്യാനാ? വിറ്റ് തൊളിച്ചവരൊക്കെ പോയില്ല ഇക്കാക്ക. ഇപ്പൊ ഈ എത്തിയമായ കുട്ടീനെയും കൊണ്ട് ഞാൻ മാത്രമായി. ആ വാടക വീട്ടില് പട്ടിണിയാണ് ഇക്കാക്ക. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം കിട്ടിയാ അത് വലിയ കാര്യമാവും. റേഷൻ കട നരിയിട്ടേ സർക്കാർ സ്കൂളിലെ കുട്ടി പഠിക്കണ്, ഉച്ചക്കഞ്ഞിയുണ്ട്. പിന്നെ എന്ത് പട്ടിണിയാ ഫാത്തിമ? സഹായിക്കണം മാമ. എന്തായാലും ഇതുവരെ വന്നതല്ലേ, നിനക്ക് ഒരു 10 രൂപ ഞാൻ എടുത്തു തരാം. ഞാൻ ഒന്ന് വീണ് പോയാല് ഈ കുട്ടിക്ക് ആരാ ഉള്ളത്? എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ഇക്കാക്കാൻ്റെ അടുത്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇത്താത്താ, നിങ്ങൾ പോവില്ലേ? കാക്കുവോ, നിങ്ങൾക്ക് ഇന്നൊരു വിലയില്ല എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ ഇപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലെങ്കിലേ പടച്ചോനോട് ചോദിക്കും. ആ സ്ഥലം വിറ്റ പൈസ വെറും കടലാസായിട്ട് നിങ്ങൾ അൽമാറയിൽ അങ്ങനെ ഇരിക്കല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് ഉപകാരമില്ല, ഇനി ഉണ്ടാവും നിൽക്കോട്ട് തോന്നണമില്ല. കാരണം അതിനാത്ര സ്വത്തും പണവും നിങ്ങൾ സമ്പാദിച്ചിട്ടിട്ടുണ്ട്, ഇപ്പോഴും സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ പഠിച്ചോ വിചാരിച്ച ആ സമ്പത്തൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടാവൂട്ടാ. യാതന അനുഭവിക്കുന്ന കൂടപ്പറപ്പിനെ സഹായിക്കാണ്ട് നിങ്ങൾ എത്ര വലിയ വിശ്വാസി എന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരു പ്രാർത്ഥന പോലും പഠിച്ചോ കേൾക്കൂല. മോളെ, ഈ പോവല്ലേ, കുട്ടി അകത്തേക്ക് പോവാ. ഈ കാക്ക് തിരിച്ചറിവ് വരാൻ കുറച്ച് വഴുകി. നിങ്ങൾ അനാഥരല്ല, ഞാൻ ഉണ്ട് കൂടെ.